യെസ്, അപ്പോൾ നേരെ പോകുന്നത് തൃശൂർ കോർപ്പറേഷനിലേക്കാണ്. അവിടെ സീറ്റ് വിഭജനത്തെ ചൊല്ലി LDF-ൽ കലഹമാണ്. കേരള കോൺഗ്രസ് എം 3 സ്വന്തം സ്ഥാനാർത്ഥികളെ വെച്ചു. CPI മത്സരിക്കുന്ന സിവിൽ സ്റ്റേഷൻ, ഒളരി എന്നീ ഡിവിഷനുകളിലും CPM മത്സരിക്കുന്ന പുതൂർക്കരയിലുമാണ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുക. നടരാജ് പരശുരാം വിവരങ്ങൾ നൽകും. നടരാജ്, കേരള കോൺഗ്രസ് മുന്നണി ബന്ധമൊക്കെ മറന്നുകൊണ്ട് മത്സരിക്കാനുള്ള തീരുമാനമെടുക്കുമ്പോൾ വലിയ കലഹം അവിടെ തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അനുനയ ശ്രമങ്ങളുണ്ടോ? എന്ത് നടക്കുന്നു അവിടെ? നേരത്തെ തന്നെ സീറ്റ് വിഭജനത്തെ ചൊല്ലിയുണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ ഇപ്പോൾ അവസാന ദിവസങ്ങളിൽ പുറത്തു വരുന്നു എന്നുള്ളതാണ് കാര്യം. 2 സീറ്റുകളാണ് LDF കേരള കോൺഗ്രസ് എമ്മിന് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത്. അവർ 4 സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കൊടുത്ത സീറ്റുകളിലും അതൃപ്തി വന്നതോടുകൂടിയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കേരള കോൺഗ്രസ് എം നീങ്ങിയത്. 3 സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. CPI മത്സരിക്കുന്ന സിവിൽ സ്റ്റേഷനിലും ഒളരി എന്നീ ഡിവിഷനുകളിലും, ഒപ്പം പുതൂർക്കര, അത് CPM മത്സരിക്കുന്ന സ്ഥലമാണ്, അവിടെയുമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒരു ജനറൽ സീറ്റ് ഉൾപ്പെടെ 4 സീറ്റുകളാണ് കേരള കോൺഗ്രസ് എം ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ എടക്കുനി, അയ്യന്നോൾ എന്നീ വനിതാ സംവരണ വാർഡുകളാണ് LDF നൽകിയിരിക്കുന്നത്. ഈ എടക്കുനി ആവട്ടെ കേരള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. എടക്കുനിയിൽ നിലവിലെ കൗൺസിലർ കരോളിൻ പെരിഞ്ചേരിയെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അയ്യന്തോളിൽ ലത സിദ്ധകുമാറിന്റെ പേരാണ് LDF പ്രഖ്യാപിച്ചത്. പക്ഷേ ലത തങ്ങളുടെ സ്ഥാനാർത്ഥിയല്ല, ഇക്കാര്യത്തിൽ തങ്ങൾക്ക് അറിവില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എം എടുക്കുന്നത്. എന്തായാലും 9 സീറ്റുകളിൽ 5 ജനറൽ സീറ്റുകളാണ് അയ്യന്തോൾ മേഖലയിൽ ഉള്ളത്. ആ മേഖലയിൽ കേരള കോൺഗ്രസിന് സാന്നിധ്യമുണ്ട്. അപ്പോൾ ഈ 9 സീറ്റുകൾ, 5 സീറ്റുകൾ ആ മേഖലയുണ്ട്. അതിൽ 3 CPI-യും 2 CPI-എമ്മും മത്സരിക്കുന്ന അവസ്ഥ വരുന്നത്. എന്തായാലും പാർട്ടിക്ക് സാന്നിധ്യമുള്ള സ്ഥലത്ത് പോലും തങ്ങൾക്ക് വേണ്ട സീറ്റുകൾ കിട്ടാതെ വന്നതുകൂടിയാണ് കടുത്ത നിലപാടിലേക്ക് കേരള കോൺഗ്രസ് എം പോകുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ചർച്ചകൾ തുടരുകയാണ്. കേരള കോൺഗ്രസ് എമ്മിനെ അനുനയിപ്പിക്കാൻ LDF-ൽ ശ്രമം നടക്കുന്നുണ്ട്. ശരി, അപ്പോൾ എന്തായാലും ഇപ്പോഴും അനുനയ ശ്രമങ്ങളൊക്കെ തുടരുകയാണ്. പലയിടത്തും മുന്നണി ബന്ധമൊക്കെ മറന്നുകൊണ്ട് അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മത്സരത്തിന് ഇറങ്ങാനാണ്. രാവിലെ പാലക്കാട് നിന്നാണ് തുടങ്ങിയത്. രാവിലെ പാലക്കാട് CPI CPM-നെതിരെ രംഗത്ത് വന്നു. ഇപ്പോഴിതാ തൃശ്ശൂരിലും പ്രശ്നം എത്തിയിരിക്കുന്നു. പാലക്കാട്, തൃശ്ശൂർ, എല്ലാ 14 ജില്ലകളിൽ നിന്നും രാവിലെ വാർത്ത ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. എല്ലായിടത്തും വിമതശല്യവും ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങളും തുടരുകയാണ്.